ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022-23 വർഷത്തിലെ 10ാം ക്ലാസ് സെക്കൻഡ് ടേം ഇവാലുവേഷൻ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. 50 minutes is given as cool off time. This time is to be used for reading the question paper. Attempt the questions according to the instructions. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ദെൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻസ്ട്രക്ഷൻസ് പോലെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു നോക്കാം. ആൻസർ 1 and 2 questions. ഈച്ച് ക്യാരീസ് 1 score. അപ്പോൾ 1ഉം 2ഉം അറ്റൻഡ് ചെയ്യുക, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. നെയിം ദ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി എൻട്രസ്റ്റഡ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ടോപ്പോഗ്രഫിക് മാപ്സ് ഇൻ ഇന്ത്യ. ഏത് സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ് ഈ ടോപ്പോഗ്രഫിക് മാപ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? സർവേ ഓഫ് ഇന്ത്യ. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മീഷൻ ടു റെക്കഗ്നൈസ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്? എന്താണ് ലാംഗ്വേജിൻ്റെ ബേസിൽ ഈ ഇന്ത്യനെ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ ചെയർമാൻ ആരാണ്? ഫസൽ അലി. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ. ആൻസർ എനി 6 questions from 3 to 9. ഈച്ച് ക്യാരീസ് 2 scores. 3 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഓരോന്നിനും 2 മാർക്ക് വീതം. ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് ലെഡ് ചെയ്യാനുണ്ടായിരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? Reluctance of the British to implement constitutional reforms in India, public disgust with price hike and famine, the assumption that the British would be defended in the second war. അപ്പോൾ ഇതൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രിട്ടീഷ് വർ ഫോംഡ് ടു അബോളിഷ് മെനി സോഷ്യൽ ഇവൽസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. റൈറ്റ് എനി 2 of them. അപ്പോൾ എന്താ, ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറേ സോഷ്യൽ ലെവൽസ് അബോളിഷ് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഏതാണ്? പ്രിവെൻറ്റഡ് മാരേജ് ഓഫ് ഗേൾസ് ബിലോ 12 years. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കല്യാണം അത് പ്രിവെൻറ്റ് ചെയ്തു. ബാൻഡ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, അബോളിഷ്ഡ് സതി ആൻഡ് സ്ലേവറി, പെർമിറ്റഡ് വിഡോ റീമാരേജ്. അപ്പോൾ എന്തൊക്കെയാണ്? സതി, സ്ലേവറി ഒക്കെ നിർത്തി. ദെൻ വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്? എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്? The process of collecting information using sensors fitted on artificial satellites is called satellite remote sensing. There are two different types of artificial satellites. അപ്പോൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ 2 മാർക്കിന്. അപ്പോൾ നമ്മളത് എന്താണെന്ന് എഴുതി, മാത്രമല്ല അത് 2 ടൈപ്സ് ഉണ്ടെന്നും എഴുതി. കൂട്ടുകാർക്ക് അത് ഏതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, ദെൻ 6th ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ 2 മേജർ ഡയമെൻഷൻസ് ഓഫ് സോവർണിറ്റി. സോവർണിറ്റിയുടെ 2 മേജർ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ ഡയമെൻഷൻസ് ഓഫ് എ സ്റ്റേറ്റ് സോവർണിറ്റിയും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ ഡയമെൻഷൻസ് ഓഫ് സ്റ്റേറ്റ് സോവർണിറ്റി ആണ് 2 ടൈപ്സ് സോവർണിറ്റി എന്ന് പറഞ്ഞാൽ. ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻ ഓൺ ഓൾ മാറ്റേഴ്സ് വിച്ച് കം വിത്ത് ദ ടെറിഷറി ആണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റേർണൽ ഡയമെൻഷനൽ ഓഫ് സ്റ്റേറ്റ് സോവർണിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി നേരെ മറിച്ച് എക്സ്റ്റേർണൽ ആവുമ്പോൾ ദ റൈറ്റ് ടു ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഇഷ്യൂസ്, അതാണ് എക്സ്റ്റേർണൽ ഡയമെൻഷൻ ഓഫ് സ്റ്റേറ്റ് സോവർണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം. വാട്ട് ഈസ് മീൻ ബൈ ഇൻ്റർവിസിബിലിറ്റി ഇൻ ടോപ്പോഗ്രഫിക്കൽ മാപ്സ്? ടോപ്പോഗ്രഫിക്കൽ മാപ്സിൽ എന്താണ് ഇൻ്റർവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഇൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ മാപ്പ് we need to find out whether 2 places are intervisible. If any 2 places are mutually visible, then we can establish these places are intervisible. Intervisibility assessment is being applied for erecting electrical posts, mobile towers, wireless transmission towers, etc.
ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 2 എഡ്യൂക്കേഷൻ കമ്മീഷൻസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത 2 എഡ്യൂക്കേഷൻ കമ്മീഷൻസ് എന്തൊക്കെയാണ്? രാധാകൃഷ്ണ കമ്മീഷൻ, അതുപോലെ തന്നെ ലക്ഷ്മണ സ്വാമി മുഡലിയാർ കമ്മീഷൻ. ഓക്കെ, മെൻഷൻ ദ ഗോൾസ് ഓഫ് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിയുടെ ഗോൾസ് എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെയാണ് പോളിസി എന്ന് പറയുന്നത്? ടു അറ്റൈൻ എക്കണോമിക് സ്റ്റേബിലിറ്റി, ടു ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ടു കൺട്രോൾ അൺനെസസറി എക്സ്പെൻഡിച്ചർ. എന്താണ്? ടു അറ്റൈൻ എക്കണോമിക് സ്റ്റേബിലിറ്റി അറ്റൈൻ ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അൺനെസസറി എക്സ്പെൻഡിച്ചർ, ആവശ്യമില്ലാത്ത ചിലവൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോളിസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Answer any 6 questions from 10 to 60. Each carries 3 scores. അപ്പോൾ എന്താണ്? 10 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 ഉത്തരം എഴുതുക, ഓരോന്നിനും 3 മാർക്ക് വീതം. Then 10th question, mention the early regional struggles led by Mahatma Gandhi in India. മഹാത്മാ ഗാന്ധി ലീഡ് ചെയ്ത റീജിയണൽ സ്ട്രഗിൾസ് ഏതൊക്കെയാണ്? The struggle of indigo farmers in ചമ്പാരൻ. അപ്പോൾ ചമ്പാരനിലെ ഫാർമറുടെ സത്യാഗ്രഹം, അത് ബീഹാറിൽ 1917 നടന്നു. വേ ഓഫ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഡിസൊബീഡിയൻസ് സത്യാഗ്രഹ. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കമ്പൽ ദ അതോറിറ്റീസ് ടു പാസ് ലോസ് ഇൻ ഫേവർ ഓഫ് ദി ഇൻഡിഗോ ഫാർമേഴ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതുന്ന ആൻസറിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. ദെൻ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കാണ്. അത് ഗുജറാത്തിൽ 1980 നടന്നു. കോസ് ഓഫ് Bennett was planet bonus. Way of struggle disobedience സത്യാഗ്രഹ. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് the authorities agreed to hike the wages of the employees. അപ്പോൾ ഇതിന് ഫലമായിട്ട് എന്തുണ്ടായി? അതോറിറ്റീസ് അവിടുത്തെ എംപ്ലോയീസിൻ്റെ വേജസ് കൂട്ടി. ഇനി അടുത്തത് പെസൻ സ്ട്രഗിൾസ് ഇൻ കേരളയിലെ പെസൻ സ്ട്രഗിൾ എന്ന് പറയുന്നത് അത് 1918 നടന്നത്. അതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഡ്രൗട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ ഫാമേഴ്സ് ഇൻ കേരള ലിവിങ് ഇൻ അട്ടർ മിസറി. വേ ഓഫ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ സത്യാഗ്രഹ. ഡൈനൈറ്റ് ഓഫ് ടാക്സ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ദ അതോറിറ്റീസ് വർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ടാക്സ് റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അതോറിറ്റീസ് ടാക്സ് കുറച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസ് ഇൻ ഇന്ത്യൻസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? ഇന്ത്യയുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇന്ത്യൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആയത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക് മാപ്സ്. ടോപ്പോഗ്രഫിക് മാപ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഫോർ urban പ്ലാനിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. ടു അണ്ടർസ്റ്റാൻഡ് ലാൻഡ് യൂസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പോഗ്രഫി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഫോർ കമ്പ്യൂട്ടറൈസ്ഡ് ഫോംസ് ഓഫ് മാപ്പ് GIS. അപ്പോൾ ഇങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് ടോപ്പോഗ്രഫിക് മാപ്സിന്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Write a short note on the social reform activities of Raja Ram Mohan Roy. രാജാ റാം മോഹൻ റോയുടെ സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. Pioneer among the reformers, opposed social evils, caste system and sati. Established Brahma Samaj in Bengal, propagated the idea of unified Indian society, advocated for the rights of women to own property. Okay. In next question number 14, mention the responsibilities of government. Government responsibilities എന്തൊക്കെയാണ്? Maintain law and
order, increase employment opportunities, implemented developmental projects. Okay, next 15th question. What are the limitations of aerial remote sensing? Aerial remote sensing in the limitations എന്തൊക്കെയാണ്? The shaking of the aircrafts affect the quality of photographs. Open space is needed for the takeoff and landing of planners. Not practical for taking the photographs of vast and extensive regions. Costly to land and the aircraft frequently refueling. Okay, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ എന്താണ് നോക്കി നോക്കാം. Write any 3 recommendation of GST Council. GST Councilലെ 3 recommendations എഴുതുക. Taxes, cesses and surcharges that are to be merged into GST. The goods and services that are to be brought under GST. Determining GST rates. Okay. അപ്പോൾ 3 എഴുതിയാൽ മതി. അപ്പോൾ 3 പോയിന്റ്സ് എഴുതുക. ഇനി നെക്സ്റ്റ് ആൻസർ എനി 9 questions from 70 to 26. ഈച്ച് ക്യാരീസ് 4 scores. അപ്പോൾ 17 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. ദെൻ 17ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ? ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്യാൻ കാരണമെന്ത്? അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ദ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽ ഫ്രം ബ്രിട്ടീഷ്, എക്സ്പാൻഷൻ ഓഫ് റെയിൽവേസ്, എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹയർ ടാക്സ് ഓൺ ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. 18th question, complete the table related to remote sensing suitably. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക. എ വായിച്ചു നോക്കാം. 2 aerial photographs of adjoining areas with overlap. അപ്പോൾ അതിൻ്റെ എന്താ വിട്ടുപോയ ഫില്ല് ചെയ്യുമ്പോൾ വരിക സ്റ്റീരിയോ പെയർ. എന്താണ് സ്റ്റീരിയോ പെയർ? ഇനി നെക്സ്റ്റ് എ പാർട്ട് ബ്ലാങ്ക് ആണ്, ബി പാർട്ട് പ്ലാറ്റ്ഫോം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ പാർട്ട് എന്ത് വരും? The carrier on which the camera or scanner for data collection are fixed is known as platform. അപ്പോൾ പ്ലാറ്റ്ഫോം എന്താണ് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ സൈസ് ഓഫ് ദ സ്മോളസ്റ്റ് ഒബ്ജക്റ്റ് ഓൺ ദ എർത്ത് സർഫസ് ദാൻ എ സാറ്റലൈറ്റ് സെൻസർ ക്യാൻ ഡിസ്റ്റിങ്വിഷ്. എന്താണ് ക്യാൻ ഡിസ്റ്റിങ്വിഷ്? എന്തായിട്ടാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക? സ്പാഷ്യൽ റെസൊല്യൂഷൻ. ഇനി നെക്സ്റ്റ് ബി പാർട്ടിൽ സ്റ്റീരിയോസ്കോപ്പും തന്നിട്ടുണ്ട്. ദെൻ എ പാർട്ടിൽ എന്താ വരും? സ്റ്റീരിയോസ്കോപ്പ് എന്താണ് എഴുതുക. സ്റ്റീരിയോസ്കോപ്പ് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് 3-dimensional views from aerial photographs. Okay, ഇനി നെക്സ്റ്റ് 19th question, list out the branches of study of political science. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ബ്രാഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തിയറീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഓക്കെ, then 20th question, compare the physical features and cultural features in topographic maps. അപ്പോൾ ടോപ്പോഗ്രഫിക് മാപ്സിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും കൾച്ചറൽ ഫീച്ചേഴ്സും. Physical features of topographic maps, water bodies such as rivers, streams, etc. and different landforms are the physical features in topographic maps. Then cultural features of topographic maps എന്ന് പറഞ്ഞാൽ cultural features are the man-made objects on troposheet settlements. Okay, അപ്പോൾ എന്താണ് ഫിസിക്കൽ ഫീച്ചേഴ്സും കൾച്ചറൽ ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു. വെല്ല്, ട്യൂബ് വെല്ല്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സ്, ബൗണ്ടറീസ്, പ്ലേസസ് ഓഫ് വർഷിപ്പ്, അഗ്രികൾച്ചർ ലാൻഡ്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ബ്രിഡ്ജസ്, വെൽസ് ആൻഡ് ട്യൂബ് വെൽസ് ആർ ഫ്യൂ കൾച്ചറൽ ഫീച്ചേഴ്സ് ഷോൺ ഇൻ ദ ട്രോപ്പോഷീറ്റ്സ്. അപ്പോൾ ട്രോപ്പോഷീറ്റ്സിൽ കാണിക്കുന്ന കുറച്ച് കൾച്ചറൽ ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞവ. ഓക്കെ, then 21th question, mention the main principles of Indian foreign policy. ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അപ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം, ഹോസ്റ്റിലിറ്റി ടു റേസിസം,
ട്രസ്റ്റ് ഇൻ ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, പീസ്ഫുൾ കോഎക്സിസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും എന്താണ് പേഴ്സണൽ ഇൻകം ടാക്സ്? ഇറ്റ് ഈസ് ദ ടാക്സ് imposed on the income of individual. What the rate of tax the income tax increases, the central government collects taxes in India. ഇനി നേരെ മറിച്ച് കോർപ്പറേറ്റ് ടാക്സ് ആകുമ്പോൾ ദിസ് ഈസ് ദ ടാക്സ് imposed on the net income or profit of the companies. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത 23ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് ഗാന്ധിജി ടു സെലക്ട് സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ? അപ്പോൾ ഈ സോൾട്ട് ഗാന്ധിജി ഒരു പവർഫുൾ വെപ്പണായി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? സോൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂറ്റഡ് 2/5 പോർഷൻ ഓഫ് ദ ഇൻകം കളക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ടാക്സസ്. ദീസ് ടാക്സസ് വാസ് എ ഹെവി ബർഡൻ ഫോർ ദ പുവർ പീപ്പിൾ. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡിജീനിയസ് സോൾട്ട് പ്രൊഡക്ഷൻ. There was 3-4 hike on the salt price. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഗാന്ധിജി സോൾട്ടിനെ ഒരു പവർഫുൾ വെപ്പൺ ആയിട്ട് എടുത്തത്. ഇനി നെക്സ്റ്റ് 24ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ടു കോളം എ. അപ്പോൾ കോളം ബിയും കോളം എയും തമ്മിൽ മാച്ച് ചെയ്യാൻ. അപ്പോൾ ആര്യ സമാജ്, തിയോസഫിക്കൽ സൊസൈറ്റി, ശാരദ സാധൻ, സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. അപ്പോൾ എയിലും കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ബിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്താൽ എന്ത് വരും? ആര്യ സമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി. ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി എന്ത് വരും? ആനി ബസന്റ്. ശാരദ സാധൻ, പണ്ഡിറ്റ രമാബായി വരും. ഇനി ലാസ്റ്റ് വൺ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. അപ്പോൾ EV രാമസ്വാമി നാക്കിയാർ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. Explain the sources of non-tax revenue of the government. ഗവൺമെൻറ്റിൻ്റെ നോൺ ടാക്സ് റവന്യൂ ഏതൊക്കെയാണ്? അതാണ് നമ്മുടെ 25th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഫീസ്, സർവീസസ്, അപ്പോൾ അതൊക്കെയാണ് വരിക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. Fees is the reward collected for the government services like license fees, registration fee, tuition fees, etc. ഇനി നെക്സ്റ്റ് വണ്, fines and penalties. Fines and penalties are the punishment for violating laws. Then grants are the financial and provided by one government or organization for meeting a specific objective. Then government receive internet for loan given to the various enterprises, agencies and countries. Okay, ഇനി നെക്സ്റ്റ് 26th question എന്താണെന്ന് നോക്കാം. then അടുത്ത ചോദ്യം, compare the obligatory functions and discretionary functions of a state. അപ്പോൾ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസിനെയും അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി ഫങ്ഷൻസിനെയും ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യം ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് അറ്റ് ഓൾ ടൈംസ് അറ്റ് എനി കോസ്റ്റ് ആർ സെഡ് ടു ബി ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്. സ്റ്റേറ്റ് cannot obtain from its obligatory function. The life and property of the people cannot be protected if the obligatory functions are not performed. Protection of boundary, maintain internal peace, protection of rights, implementation of justice are the main obligatory functions of the states. ഇനി നമുക്ക് നെക്സ്റ്റ് discretionary functions നോക്കാം. Discretionary functions are those which have to be implemented as per the economic condition of the state. Implementation of functions like education, healthcare, etc. Next, answer the following questions 27 and 28. Each carries 6 scores. അപ്പോൾ എന്താണ് 27ഉം 28ഉം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, ഓരോന്നിനും 6 മാർക്ക് വീതം. അപ്പോൾ ആദ്യത്തെ 27ാമത്തെ ചോദ്യം എ പാർട്ട് നോക്കാം. ഗിവൻ അക്കൗണ്ട് ഫോർ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച് അറ്റ് ദ ഇൻഡിപെൻഡൻസ്. ഒന്നെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ അനലൈസ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ് തന്നിട്ടുണ്ട്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമും. അപ്പോൾ ഇതിലേതെങ്കിലും
ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. Under the leadership of Jawaharlal Nehru, India established progress of science and technology. Council of Scientific and Industrial Research, Indian Council of Agricultural Research, Indian Council of Medical Research, many Indian Institute of Technologies, Tata Institutes of Fundamental Research, then India Atomic Energy Commission Head H.J. Baba, then Indian National Committee for Space Research, founder എന്ന് പറയുന്നത് വിക്രം സാരാഭായ്. Then Indian Space Research Organization ISRO established in 1969. The first rocket launching station in India was established in Tumba, Tiruvandhapuram. Aryabhatta, first satellite launched in 1975. India bravely contributed two stalwarts of Indian science, H.J. Baba and S.N. Bhatnagar. Agni and Prithvi are the missiles developed by India under Dr. Raja Ramanna and Dr. APJ Abdul Kalam. India launched Chandrayaan on 2008, Mangalyaan on the space mission of India to Mars in the India-made space shuttle that covered by the longest distance in India. Then അങ്ങനെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. Characteristics of the non-cooperation movement. Lawyers shall boycott court. The public shall boycott foreign products. Boycott elections. Returning the British awards and prizes. Denial of taxes. Students shall boycott English schools. ഓക്കെ, ഇനി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് നോക്കാം. ഗാന്ധിജി കോൾ ഫോർ കൺസ്ട്രക്ഷൻ വർക്ക് അലോങ് വിത്ത് ദ ബോയ്കോട്ട്. The time of non-cooperation movement. Inspired by these people began to make indigenous products, spin khadi clothes using charka, establish national schools and popularize Hindi. Students who boycotted English educations were attracted to national educational institutions. Okay, ഈ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയ 28ാമത്തെ ചോദ്യം നോക്കാം. Compare the characteristics of geostationary satellites and sun-synchronous satellite. അപ്പോൾ ഒന്നെങ്കിൽ ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ്സും അതുപോലെ തന്നെ സൺ-സിൻക്രോണസ് സാറ്റലൈറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്ത് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക, അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. വാട്ട് ആർ കോണ്ടൂർ ലൈൻസ്? മെൻഷൻ ദ കളർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ്സ് ദ കോണ്ടൂർ ലൈൻസ് ഇൻ ദ ടോപ്പോഗ്രഫിക് മാപ്സ്. വാട്ട് ആർ ദ തിങ്സ് ക്യാൻ ബി അസസ്ഡ് ഫ്രം ദ കോണ്ടൂർ ലൈൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എയുടെ ഉത്തരം എഴുതി നോക്കാം. Then geostationary satellites orbits the Earth at the elevation of about 360,000 km above the Earth. 1/3 of the Earth comes under its field of view. Move corresponds to the speed of rotation of Earth. Move constantly about the specific places on the Earth. Helps in continuous data collection of an area. It is used as a telecommunication and for weather studies. Example, INSAT series satellites. Sun synchronous satellite വരുമ്പോൾ orbit is an elevation of 900 km from the Earth's surface. Field of view is less. Come over a particular region at a fixed interval of days. Repetitive data collection is possible. Mainly used for remote sensing. Used for collecting information about the natural resources, land use and groundwater. Example, IRS, Landsat സീരീസ് സാറ്റലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് കോണ്ടൂർ ലൈൻസ്? കോണ്ടൂർ ലൈൻസ് ആർ ദ ഇമാജിനറി ലൈൻസ് ഡോൺ കണക്റ്റിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ ഡീവിയേഷൻ ഫ്രം ദ സീ ലെവൽ. ദ റെസ്പെക്റ്റീവ് ആൾട്ടിറ്റ്യൂഡ് വിൽ ബി മാർക്ക്ഡ് വിത്ത് ഈച്ച് കോണ്ടൂർ ലൈൻസ്. These are called contour values. The closely spaced contours represent steep slopes and the widely spaced contour represent gently slopes. Three things can be assessed from the contour lines: topographic maps, altitude of the plane, nature of the slope, then shape of the landform. Okay. B question, brown color used to represent the contour lines in the
ടോപ്പോഗ്രഫിക് മാപ്പ്. ബ്രൗൺ കളർ യൂസ് ടു റെപ്രസെൻറ്റ്. അപ്പോൾ ഈ കോണ്ടൂർ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക ബ്രൗൺ ലൈനാണ്. ദ ഫോളോയിങ് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് തിങ്സ് ക്യാൻ ബി അസസ്ഡ് ഫ്രം ദ കോണ്ടൂർ ലൈൻസ് ഇൻ ദ ടോപ്പോഗ്രഫിക് മാപ്സ്. അപ്പോൾ ടോപ്പോഗ്രഫിക് മാപ്സിൽ നമുക്ക് എന്തൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും? ടു നോ അബൌട്ട് altitude of the place, to know about nature of the slope of a place, shape of the landform. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോണ്ടൂർ ലൈൻസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.